ക്ലോക്കിൽ സമയം രാത്രി 12:30 അടുക്കുന്നു. ആ മുറിയിലാകെ നിശബ്ദത. പുറത്ത് ലൈറ്റിന്റെ പ്രകാശം ഉണ്ടെങ്കിലും മുറിയാകെ അന്ധകാരത്തിലായിരുന്നു. നാട്ടിൽ നിന്നും വന്നതിന്റെ വിഷമത്തിന്റെ പുറകെ ഇതും കൂടെ ആയപ്പോൾ അന്നു തന്നെ പ്രവാസ ജീവിതം മടുത്തു. എൻ്റെ സുഹൃത്തു പറഞ്ഞ പ്രവാസ ജീവിതത്തിലെ ഒരു പേടിപ്പിക്കുന്ന അനുഭവ കഥയാണിത്. ഓഫീസ് ജോലി ആയതുകൊണ്ട് തന്നെ പല ഡ്യൂട്ടി ഷെഡ്യൂളിൽ ആയിരിക്കും പലർക്കും ജോലി ചെയ്യേണ്ടി വരിക. ഞാൻ അസിസ്റ്റന്റ് മാനേജർ ട്രെയിനി ആയതുകൊണ്ട് തന്നെ മാനേജറിനുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു എന്നെ അക്കമഡേറ്റ് ചെയ്തത്. ആ ഫ്ലാറ്റിൽ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു കോമൺ ഹാളും ഇതിനോട് ചേർന്ന് ഒരു കിച്ചണും ആയിരുന്നു ഉണ്ടായിരുന്നത്. മുറിയിൽ ഉള്ള എല്ലാവരെയും പരിചയപ്പെട്ട് എന്നെ മുറിയിലാക്കി അവർ ഡ്യൂട്ടിക്ക് പോയി. ജോയിനിങ് ഡേറ്റ് നാളെ ആയതുകൊണ്ട് തന്നെ നാളെ ഇടാനുള്ള തുണിയും എടുത്തു വച്ചിരുന്നു. ഞാൻ പരിസരവുമായി അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയില്ല. ശരിക്കും ഈ ജോലി ഒഴിവ് വരാൻ കാരണം കമ്പനിയിലെ ഒരു സ്റ്റാഫ് മരണപ്പെട്ടതിൻ്റെ ഭാഗമായാണ്. എന്താണെങ്കിലും നാട്ടിലെ പല ഓർമ്മകളും കയ്പുനീർ പോലെ മനസ്സിൽ ഓടി വരുന്നത് നല്ല വിഷമമായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. നൈറ്റ് ഷിഫ്റ്റിൽ ഉള്ളവർ രാത്രി ഏറെ വൈകിയാണ് വരുന്നത്. എന്നാൽ ഡേ ഷിഫ്റ്റിലുള്ളവർ വന്ന് അപ്പുറത്തെ മുറിയിൽ ഉറക്കം പിടിച്ചിരുന്നു. ഞാൻ ശരിക്കും ഡേ ഷിഫ്റ്റുകാരൻ ആണെങ്കിലും അവിടെ ബെഡ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇവരുടെ കൂടെയാക്കി. സമയം 12:30 കൂടി അടുത്തു. എങ്ങും നിശബ്ദതയായി. പുതിയ താമസ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഉറക്കം ഒട്ടും തന്നെ വരുന്നില്ല. ലൈറ്റുകൾ അണച്ച് പുതപ്പിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ആരോ ആ മുറിയിൽ ഉണ്ടെന്ന തോന്നൽ വന്നു തുടങ്ങി. മനസ്സ് ആകപ്പാടെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ബെഡ്റൂമിനുള്ളിൽ എന്തൊക്കെയോ ശബ്ദം വരുന്നത് എൻ്റെ കാതുകളിൽ കേൾക്കാമായിരുന്നു. അവിടെ നിന്ന് ആരോ പറയുന്നു, നിന്നെ ഞാനാണ് ഇവിടെ എത്തിച്ചത്, നീ കണ്ടെത്തി തരണം. അത് എൻ്റെ കാതുകളെ അലവസ്വരപ്പെടുത്തി. ഞാൻ അവസാനം കട്ടിൽ നിന്നും എഴുന്നേറ്റ് മുഖം കഴുകാനായി ആ കുളിമുറി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ബാത്റൂമിലെ വഴുവഴുക്ക് എൻ്റെ തല ഭിത്തിയിൽ ഇടിക്കാൻ ഇടയാക്കി. എന്നാലും ഞാൻ മുഖം കഴുകാൻ വെള്ളം കയ്യിലെടുത്തപ്പോൾ കണ്ടത് ചോര നിറമുള്ള വെള്ളം. അത് കണ്ടതും വെള്ളം താഴെയിട്ട് മെല്ലെ പുറകോട്ട് പോയി. ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതാകും എന്ന് കരുതി ഒന്നുകൂടി വെള്ളം എടുത്തു നോക്കി. അപ്പോൾ എനിക്ക് ആശ്വാസമായി. പ്ലെയിൻ വെള്ളമായിരുന്നു അത്. ഇത് എൻ്റെ ഹാലൂസിനേഷൻ കാരണം ഉണ്ടായതാണെന്ന് കരുതി ഞാൻ ബെഡിൽ വന്നു കിടന്നു. പക്ഷെ എന്തെന്നില്ലാത്ത ഇരുട്ടും അസ്വസ്ഥതയും എന്നെ അവിടെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല. ആ മുറിയിൽ ആത്മാവ് അല്ലെങ്കിൽ യക്ഷി ഉണ്ടെന്ന് തോന്നൽ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നി. ഞാൻ മനസ്സിൽ ഓർത്തു, ഈ റൂമിൽ കയറിയപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഒരു രൂക്ഷഗന്ധവും മരണവീട്ടിലെ അറ്റ്മോസ്ഫിയർ കൂടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ദൈവങ്ങളുടെയും ഫോട്ടോയും കാര്യങ്ങളോ ഈ മുറിയിൽ ഉണ്ടായിരുന്നില്ല. മുഴുവൻ ഒരു ഡാർക്ക് ലേഔട്ട്. 1 മണിക്കൂർ കൂടി എങ്ങനെയോ കടന്നു നീങ്ങി. അപ്പോഴാണ് എൻ്റെ കാതിൽ ആരോ കരയുന്ന ഒരു സൗണ്ട് കേൾക്കാൻ ഇടയായത്. അതും അർദ്ധരാത്രിയിൽ 12:30 ആയപ്പോൾ. അതുകൂടി കേട്ടപ്പോൾ എൻ്റെ കൈകാലുകൾ വിറച്ചു. രോമകൂമങ്ങൾ എഴുന്നേറ്റു. സഹായത്തിനാണെങ്കിൽ ആരെയും വിളിക്കാൻ നാവ് അനങ്ങുന്നില്ല. തന്നെയുമല്ല, എനിക്കത് തോന്നുന്നതാണെങ്കിലോ അവർ എന്നെ കളിയാക്കില്ലേ. ഞാൻ പുതപ്പിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നത് പോലെ കണ്ണടച്ചിരുന്നു. സമയം രാത്രി 1 മണി. ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിലുണ്ടായിരുന്ന നൈറ്റ് ഷിഫ്റ്റുകാർ വന്നു. എന്നാൽ അവർ വന്നപ്പോഴേക്കും ആ കരച്ചിൽ നിലച്ചിരുന്നു. ഞാൻ മനസ്സിൽ ഓർത്തു, എനിക്ക് സ്ഥലം മാറിയതിൻ്റെയും നാട് വിട്ടതിൻ്റെയും വിഷമത്തിൽ തോന്നുന്നതാവാം. അങ്ങനെ ഞാൻ ആ രാത്രി കിടന്നു. അവിടെ ആ രാത്രിയിൽ അങ്ങനെ കടന്നു നീങ്ങി. മോർണിംഗ് നേരത്തെ തന്നെ എഴുന്നേറ്റു. തലേദിവസത്തെ ഉറക്കം ശരിയാകാത്തതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അങ്ങനെ ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി. അപ്പോഴും നൈറ്റ് ഷിഫ്റ്റുകാർ എഴുന്നേറ്റില്ല. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ അരമണിക്കൂർ മുന്നേ തന്നെ ഞാൻ ഓഫീസിൽ എത്തിയിരുന്നു. അങ്ങനെ ഞാൻ മാനേജറിനെയും GM-നെയും കണ്ട് ഓഫീസിൽ കയറിയിരുന്നു. പുതിയ ആളുടെ തുടക്കം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫയൽസും മറ്റും മറിച്ചു നോക്കി. കമ്പ്യൂട്ടർ കീബോർഡിൽ ചുമ്മാ ഞെക്കി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ ഒരു ഫയലിലേക്ക് പോയത്. ആ ഫയലിൻ്റെ പുറത്ത് നീ കണ്ടെത്തി തരണം എന്ന ഒരു വെളുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു. എൻ്റെ കൈ ഒരു നിമിഷം ആ ഫയലിലേക്ക് നീണ്ടു. അപ്പോഴാണ് കൂടെയുള്ള ആളുകൾ എന്നെ പരിചയപ്പെടാൻ വന്നത്. എല്ലാവരുമായി പരിചയപ്പെട്ടു. ഞാൻ ആ ഫയലിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങനെ ആദ്യ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി റൂമിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ ഫയലിൻ്റെ കാര്യം ഓർത്തത്. അപ്പോഴേക്കും റൂമിലുണ്ടായിരുന്ന നൈറ്റ് ഡ്യൂട്ടിക്കാർ പോയിരുന്നു. ഇന്നലത്തെ പോലെ ആ റൂമിന്റെ അന്തരീക്ഷം ഒട്ടും ശരിയായിരുന്നില്ല. തന്നെയുമല്ല, അന്നൊരു വെള്ളിയാഴ്ച കൂടിയായിരുന്നു. ഞാൻ കുളിച്ച് ഭക്ഷണം കഴിച്ച് വന്ന് കിടക്കാൻ ഒരുങ്ങി. ലൈറ്റ് അണച്ചതും മുറിയിലെ മൂലയിൽ നിന്നും ഒരു കരച്ചിൽ ശബ്ദം. ആ മുറിയിലെ ആ മൂലയ്ക്ക് ഒരു കറുത്ത നിഴൽ. അതെനിക്ക് കാണാമായിരുന്നു. ശരിക്കും ഒരു ആളുടെ രൂപം. എന്നെന്നില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ അറിയാതെ വരുന്നു.
പിന്നെ ആരോ എന്റെ ചെവിയിൽ വന്നു പറയുന്നു, നിന്റെ മുന്നിലുണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ ശരിക്കും മരണപ്പെട്ടത് ഒരു ആത്മഹത്യയിലായിരുന്നു. അതിന് കാരണം ഉണ്ടാക്കിയത് നിങ്ങളുടെ കമ്പനിയിലെ കുറെ പേരും ആയിരുന്നു. അവർ എന്നെ കള്ളനാക്കിയതിന്റെ വിഷമത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് നിന്നെ ഇവിടെ ഞാൻ എത്തിച്ചത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്റെ മനസ്സിൽ ഏതോ ബാധ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്നെ അന്ന് ആ രാത്രി ഏതോ ശക്തി ബലമായി പിടിച്ചുവെച്ച് കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. രാവിലെ ഞാൻ ആദ്യം ഓഫീസിൽ എത്തിയപ്പോൾ തന്നെ ആ ഫയലിന്റെ അടുത്തേക്കാണ് പോയത്. അത് തുറന്നപ്പോൾ കുറെ സ്റ്റോക്കിന്റെ റെക്കോർഡ്സും അതിന്റെ കണക്കുകളും മാത്രമായിരുന്നു. ഞാനത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ലോജിസ്റ്റിക് ഹെഡ് മാനേജർ റൂമിൽ വന്നത് ഒരുമിച്ചായിരുന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, അയാളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് എന്തോ കള്ളത്തരം ഉള്ള ആളാണെന്ന്. അന്ന് മാസാവസാനമായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ടേക്കിംഗ് ഉണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ട്രെയിനി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് ഉണ്ടെന്ന് പറയാൻ വന്നതാണ് അയാൾ. അങ്ങനെ അന്ന് ആ സ്റ്റോക്ക് ടേക്കിംഗ് സമയം ഞാൻ പതിവില്ലാത്ത ഒരു വേരിയേഷൻ കാണുന്നു. ഞാൻ അത് അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നു, ഇത് മറ്റേ അയാൾ ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പാണ്, അത് വിട്ടേക്ക് എന്ന്. എന്നാൽ ഞാൻ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ശക്തി അത് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനത് മാനേജറോട് പറഞ്ഞു. എന്നാൽ ആ മാനേജറും ഇതിന് കൂട്ടുനിന്നിരുന്നു. ആ മാനേജർ എന്നോട് പറഞ്ഞു, നീ കൂടുതലായി ഒന്നും ചെക്ക് ചെയ്യേണ്ട, അത് വിട്ടേക്ക് എന്ന്. അപ്പോഴാണ് എന്തെന്നില്ലാത്ത ഒരു ശക്തി എന്നിൽ ഉണ്ടായത്. ഞാൻ നേരെ ഓഫീസിൽ ചെന്നു. ആ ഫയൽ ചെക്ക് ചെയ്തു. ആ സ്റ്റോക്ക് ഷീറ്റിലെ വേരിയേഷൻ കറക്റ്റായി കണ്ടുപിടിച്ചു. ആ റെക്കോർഡ്സും ആ ഫിസിക്കൽ വേരിയേഷനും ഞാൻ നേരെ GM-നെ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം ആ റിപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഒരു പുതിയ ആളുടെ കണ്ടെത്തലിനു മേലെ ആൾ അത് പരിശോധിച്ചു. അപ്പോഴാണ് ശരിക്കും ഉള്ള സത്യം പുറത്തു വന്നത്. ലോജിസ്റ്റിക് മാനേജറും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജറും ഒത്തുകളിച്ച് സ്റ്റോക്കിൽ തിരിമറി കളിച്ച് പാവം അസിസ്റ്റന്റ് മാനേജറുടെ തലക്കിട്ടതാണെന്ന്. GM അവരെ രണ്ടുപേരെയും ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അധിക സമയം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ കുറ്റം സമ്മതിച്ചു. ഒരു പാവം ആളെ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അയാളുടെ ആത്മാവ് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. നിങ്ങളെ ഈ കമ്പനിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഓഫീസ് വിട്ടു പോകാൻ പറയുന്നു. അവർ പുറത്തേക്ക് പോകുന്ന സമയം എന്നെ രൂക്ഷത്തോടെ നോക്കി. ഞാനാണെങ്കിൽ കണ്ട ഭാവം നോക്കിയില്ല. ഇവരെ ഡിസ്മിസ് ചെയ്ത കാര്യം കാട്ടുതീ പോലെ അവിടെയുള്ള സ്റ്റാഫുകളുടെ കാതിലെത്തി. GM-ന്റെ പ്രശംസ ഏറ്റുവാങ്ങി ഞാൻ ഓഫീസ് മുറിയിലെത്തിയപ്പോൾ ഡെസ്കിന് മുകളിൽ ഒരു ലെറ്റർ. ഞാനത് പൊട്ടിച്ചു വായിച്ചു. അതിൽ എഴുതി വച്ചിരിക്കുന്നത്, നീ ആ രഹസ്യം കണ്ടുപിടിച്ചു, എനിക്ക് വേണ്ടി ഇനി അവരുണ്ടാകില്ല ഭൂമിയിൽ. അത് വായിച്ചു തീർന്നതും താഴെ നിന്ന് സെക്യൂരിറ്റി ഓടി വന്ന് പറയുന്നു, ലോജിസ്റ്റിക് മാനേജറും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജറും സ്റ്റോക്ക് കൊണ്ടുവന്ന ലോറി നിയന്ത്രണം വിട്ടുവന്ന് ഇടിച്ച് മരണപ്പെട്ടു. ഇത് കേട്ടതും ഞാൻ പതുക്കെ ആ ലെറ്റർ ചുരുട്ടി പോക്കറ്റിലിട്ടു. അന്നത്തെ ആ മഹാസംഭവത്തിന് ശേഷം എനിക്ക് മനസ്സിലായി, ഭൂമിയിൽ മരണപ്പെട്ട ആളുകൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് എന്ന്. ഒരു പ്രത്യേക കാര്യം നമ്മളിലൂടെ സാധിക്കാൻ വേണ്ടി അവർ നമ്മളെ നോക്കി നിൽക്കും. നമ്മൾ തനിച്ചാകുന്ന സമയത്താകും അവർക്ക് ഏറ്റവും എളുപ്പം നമ്മളിലെത്താൻ.